കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഈ നിലപാടുകൾ തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മുഹമ്മദ് ഇബ്രാഹിം, അതായത് ഇവിടെ മന്ത്രി സജി ചെറിയാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പരാതി രേഖാമൂലം എഴുതി നൽകിയാൽ മാത്രമേ രഞ്ജിത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ സാധിക്കൂ എന്നാണ്. എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറയുന്നത് അങ്ങനെ പരാതി തരേണ്ട ആവശ്യമില്ല, സ്വമേധ്യാ കേസ് എടുക്കാമെന്നുള്ളതാണ്. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ആണോ ഈ നടി ഉന്നയിച്ച ആരോപണങ്ങൾ? രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം അനുസരിച്ച് ചാർജ് ചെയ്യുന്ന വകുപ്പ് ഏതാണെന്ന് ഞാൻ പറയാം. ഒന്ന്, സെക്ഷൻ 75 പുതിയ ന്യായ സംഹിതയിലെ സെക്ഷൻ 75(1) ആണ് ചാർജ് ചെയ്യാവുന്ന വകുപ്പ്. അതായത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ്. ആ വകുപ്പിൽ പറയുന്നത് എന്തെങ്കിലും തരത്തിൽ ഫിസിക്കൽ കോണ്ടാക്റ്റുകളോ അഡ്വാൻസുകളോ നടത്തുക, അതല്ലെങ്കിൽ സെക്ഷൽ ഫേവർ എന്തെങ്കിലും തരത്തിൽ റിക്വസ്റ്റ് ചെയ്യുകയോ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുക. ഈ രണ്ട് ഒഫൻസുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്താൻ കഴിയുന്ന, ഈ ആരോപണം അനുസരിച്ച് ചുമത്താൻ കഴിയുന്ന വകുപ്പ്. ഈ രണ്ട് വകുപ്പുകളും കൊഗ്നിസിബിൾ ഒഫൻസുകളാണ്, ഗൗരവകരമായ കുറ്റകൃത്യങ്ങളാണ്. ഈ ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾക്ക് എഫ്ഐആർ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് 173 GNSS അനുസരിച്ച് ഇത്തരത്തിലുള്ള കൊഗ്നിസിബിൾ ഒഫൻസ് നടന്നു എന്നുള്ളതിന്റെ ഇൻഫർമേഷൻ കിട്ടിയാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാം. ഓർക്കണം, ബാക്കി ഇൻഫർമേഷൻ എന്നാണ്, പരാതി എന്നല്ല. ഇവിടെ ഇൻഫർമേഷൻ ഉണ്ട്. കാരണം പരാതി ഉന്നയിക്കപ്പെട്ട ആള് അല്ലെങ്കിൽ ഇരയായ ആള് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചു എന്നുള്ളത് പൊതു സമക്ഷമുള്ള കാര്യമാണ്. ഈ വിവരം ആരെങ്കിലും ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയിച്ചു കഴിഞ്ഞാൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഏരിയ ഏതെങ്കിലും പോലീസ് സ്റ്റേഷന് ഈ തരത്തിലുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ മരണപ്പെടും, കൊലപാതകം നടന്നു. ഈ കൊലപാതകം നടന്ന മരണപ്പെട്ട ആൾക്ക് വന്നിട്ട് പരാതി കൊടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാൻ പറ്റുക ആ വിവരം അറിഞ്ഞ ആൾക്കോ അത് കണ്ട ആൾക്കോ അയാൾ കൊടുക്കുന്ന ഇൻഫർമേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി ഗൗരവകരമല്ലാത്തൊരു ആക്സിഡന്റ് നടന്നു നോക്കുക. ഈ ആക്സിഡന്റിൽ ഏതെങ്കിലും ഒരാൾക്ക് ആക്സിഡന്റ് പറ്റി, ഈ ആക്സിഡന്റ് പറ്റിയ ആൾക്ക് നേരിട്ട് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അയാളുടെ ബന്ധുവോ അല്ലെങ്കിൽ ആക്സിഡന്റ് കണ്ട ആളോ ഇൻഫർമേഷൻ കൊടുക്കും, എഫ്ഐആർ രജിസ്റ്റർ. ഇതാണ് വസ്തുതയെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനാവില്ല എന്നുള്ള വാദം ആര് പറഞ്ഞാലും കള്ളമാണ്, നുണയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ്, അതായത് ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുന്നത് ഇതിപ്പോൾ ഈ നടി മാധ്യമങ്ങളിലൂടെയാണ് അവർ രഞ്ജിത്തിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. മാധ്യമങ്ങളിലൂടെ ആരെല്ലാം എത്ര ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, മാത്രമല്ല രഞ്ജിത്ത് ഈ ആരോപണം നിഷേധിച്ചിട്ടുമുണ്ട്. ആ ഒരു സ്ഥിതിക്ക് എങ്ങനെയാണ് അവർക്കെതിരെ കേസെടുക്കാൻ സാധിക്കുക എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. അല്ല, പ്രതി ആരോപണം നിഷേധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് കേസെടുക്കാനാണെങ്കിൽ ഒരു കേസ് കൊടുക്കാനാവില്ല, അതവിടെ നിൽക്കട്ടെ. ഇതിൽ രണ്ടാമത്തെ കാര്യം, ഒരു പുരുഷ ഗവൺമെന്റ് ഹെമ കമ്മിറ്റി റിപ്പോർട്ടിലൊക്കെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ കൊഗ്നിസിബിൾ ഒഫൻസിൽ പരാതിക്കാരി ഉറച്ചു നിന്നില്ലെങ്കിൽ അതൊരു വാലിഡ് ആയ പോയിന്റാണ്. പരാതിക്കാരി ഉറച്ചു നിൽക്കണം. കാരണം എന്താ, ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മജിസ്ട്രേറ്റിന്റെ അടുത്ത് രഹസ്യമൊഴി എടുക്കണം, മറ്റ് സാക്ഷിമൊഴികൾ എടുക്കണം, കുറ്റപത്രം സമർപ്പിക്കണം. അങ്ങനെയാണല്ലോ വിചാരണ തുടങ്ങാൻ പറ്റുക. കുറ്റപത്രം സമർപ്പിച്ചാലേ വിചാരണ തുടങ്ങാൻ പറ്റും. ഈ സ്റ്റേജുകളിലൊക്കെ ഈ പരാതിക്കാരിയുടെ മൊഴിയും അവരുടെ സഹകരണവും തീർച്ചയായിട്ടും കേസിന്റെ മുന്നോട്ട് പോക്കിന് ആവശ്യമാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പരാതിക്കാരി, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്, തനിക്ക് സ്റ്റേറ്റിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയാൽ താൻ കേരളത്തിലേക്ക് വരാനും ഈ കേസിന് പുറകെ പരാതിയുമായി നിൽക്കാനും റെഡിയാണെന്നുള്ളതാണ്. കേരള പൊതുസമൂഹവും ഈ നാട്ടിലെ സ്റ്റേറ്റും ഇവരുടെ ഒപ്പം നിന്നാൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഈ കേസിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അത് ചെയ്യാതിരുന്നിട്ട് അവർ വരുന്നില്ലല്ലോ, അവർ പരാതി തരുന്നില്ലോ എന്ന് പറയുന്നത് സദാപരമാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ്, അതായത് ഇപ്പോൾ 4 വർഷമായി സർക്കാർ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്നുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ 4 വർഷമായി റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല. ഈ റിപ്പോർട്ടിൽ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിരുന്നത്. അതായത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഗേൾ ബാർ വുമൺ എന്നാണ്. അതായത് ഇപ്പോൾ മൈനർ ഗേൾ ആണെങ്കിൽ അത് പോസ്കോ കേസിന്റെ പരിധിയിൽപ്പെടും. അപ്പോൾ ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നു. വർഷങ്ങളായി, അതായത് സീരിയസ് ഒഫൻസുകളാണ്, 1-2 അല്ല, സീരിയസ് ഒഫൻസുകളാണ് നടിമാർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട്, ഒരു കമ്മിറ്റി റിപ്പോർട്ട്, അത് 4 വർഷമായി പുറം ലോകം കാണിക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? നോക്കൂ, ഈ ഗേൾ ആണോ മൈനർ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അത് തീർച്ചയായിട്ടും പോക്സോ ആക്ട് അനുസരിച്ച് 2012 പോക്സോ ആക്ട് അനുസരിച്ച് അങ്ങനെ ഒരു ഒഫൻസ് നടന്നു എന്നുള്ള ഇൻഫർമേഷൻ ലഭിച്ചാൽ, അതിപ്പോ വീട്ടുകാരുടെ ഇൻഫർമേഷൻ ലഭിച്ചാലും സ്കൂളിൽ ഇൻഫർമേഷൻ ലഭിച്ചാലും അവരൊക്കെ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്ന ഒഫൻസാണ്. പക്ഷെ നമുക്കത് വ്യക്തമല്ല. മറ്റ് ഒഫൻസുകളെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും അനോണിമിറ്റി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ അനോണിമിറ്റി ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് രജിസ്റ്റർ ചെയ്താൽ കേസ് മുന്നോട്ട് പോകില്ലല്ലോ എന്നുള്ള ചോദ്യമാണ്. പക്ഷെ അപ്പോഴും കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്
ഈ റിപ്പോർട്ട് മുഴുവൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു. ഏതൊക്കെ റിപ്പോർട്ടിൽ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളടക്കം തങ്ങളുടെ മുമ്പിൽ വന്നതിന് ശേഷം ഈ മുഴുവൻ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം ഇനി കോടതി തീരുമാനിക്കാം ഒബ്ജക്റ്റീവ് ഒഫൻസ് ഉണ്ടോ, കേസ് എടുക്കണോ വേണ്ടോ എന്നുള്ളതാണ്. ഞാൻ തീർച്ചയായിട്ടും കോടതിയിൽ വിശ്വസിക്കുന്നു. ഈ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ കൂടി കോടതിയുടെ മുമ്പിൽ എത്തിയതിനു ശേഷം കോടതി കരുതുകയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ട, അന്വേഷണം നടക്കേണ്ട ഒഫൻസുകൾ ഉണ്ടെന്ന് കണ്ടാൽ അന്വേഷണം നടക്കുമെന്ന് ഞാൻ കരുതുന്നു. അഡ്വക്കേറ്റ് മുഹമ്മദ്, താങ്കൾ ദയവായി ടെലിഫോൺ ലൈൻ തുടരുക. അനിവാര്യമായ ഒരു ഇടവേളയിലേക്ക് പോകുന്നുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ വാർത്തയിൽ